സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ചാൽ ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ വെണ്മ വസ്ത്രധാരിയായ യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. മനുഷ്യചരിത്രം എന്നും അടിച്ചമർത്തലുകളുടെ ചരിത്രമാണ് എന്ന് ചരിത്ര വിശകലനം നമ്മോട് പറയുന്നു. ഏതെങ്കിലുമൊക്കെ തരത്തിൽ മനുഷ്യൻ അടിച്ചമർത്തലുകൾക്ക് വിധേയരാണ്. അത് സാമ്പത്തിക, സാമൂഹിക, മതപരമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ളതാകാം. അടിമത്വം നിലനിന്ന കാലഘട്ടത്തെ അടിമകളെ അവരുടെ ഉടമകൾ എത്രത്തോളം ക്രൂരമായി അടിച്ചമർത്തിയിരുന്നു എന്ന് നമ്മളോട് ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി മേൽക്കോയ്മയുള്ളവർ അവരുടെ കീഴിൽ അധ്വാനിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുകയും അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കി തീർക്കുകയും ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മതത്തിൻ്റെ മേഖലകളിൽ ഉന്നത ജാതിയിലും വർഗങ്ങളിലും പെട്ടവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാൻ തയ്യാറാകാതെ അവരുടെ എല്ലാ പൗരാവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവരുടെ ചിലവിൽ തങ്ങളുടെ സാമൂഹ്യ ഉന്നതാവസ്ഥയെ സൂക്ഷിച്ചത് നമുക്ക് നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൽ പോലും വായിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരും പല വർഗത്തിലുള്ള ആളുകളിൽ നിന്നുള്ള അടിച്ചമർത്തലുകളും ചൂഷണവും അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം സത്യസന്ധമായി പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ അടിമപ്പാടിൽ നിന്ന് അവിടെയുള്ള ചൂഷണത്തിനും അടിച്ചമർത്തലുകൾക്കും വിധേയരായ എബ്രായ ജനവിഭാഗത്തെ ദൈവം മോചിപ്പിച്ചതിൻ്റെ ആ മോചനത്തിൻ്റെ ശങ്കുലിയാണ് പെസഹ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പെസഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നുള്ളതാണ്. ഇസ്രായേലിലെ അടിമപ്പാടിൽ നിലവിളിച്ച എബ്രായ ജനതയുടെ രോദന ശബ്ദം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കലെത്തുകയും അവരെ മോചിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്ത ചരിത്ര സംഭവത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് പെസഹ എന്നുള്ളത്. ദൈവത്തിൻ്റെ ജനമായ എബ്രായരെ മോചിപ്പിക്കുവാൻ ദൈവം തൻ്റെ ദാസനായ മോശയെ അയച്ചു. മോശയിലൂടെ ഉള്ള ദൈവത്തിൻ്റെ സന്ദേശവും ദൈവമയച്ച
ശിക്ഷാവിധികളെയും അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയെ സൂക്ഷിക്കുവാൻ തീരുമാനിച്ച, അവരുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുവാൻ തീരുമാനിച്ച ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഫറോയെയും ഈജിപ്തിലെ ജനതയെയും ദൈവം ന്യായം വിധിക്കുകയും ആ ന്യായവിധിയെ കടന്നു പോകുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുവാൻ, സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിലേക്ക് പാലും തേനും ഒഴുകുന്ന ദൈവത്തിൻ്റെ കാനാൻ ദേശത്തേക്ക് ദൈവം തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് തീരുമാനിച്ച സംഭവത്തിൻ്റെ രേഖപ്പെടുത്തലുകൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പെസഹ എന്നറിയപ്പെടുന്ന ഈ ചരിത്ര സംഭവത്തെക്കുറിച്ച് ബൈബിളിലെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഈജിപ്തിൽ ഉണ്ടായിരുന്ന എബ്രായ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് ബലിയർപ്പിക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു. ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ കട്ടിളപ്പടിമേൽ പുരട്ടുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു. നാം അത് ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഈ മാസം 14-ാം തീയതി വരെ ആട്ടിൻകുട്ടിയെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. തുടർന്ന് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തൂടെ കടന്നു പോകും. മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരെയും ഞാൻ ന്യായം വിധിക്കും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ദൈവം ഈജിപ്തിനെ ന്യായം വിധിക്കുവാനായിട്ട് തീരുമാനിച്ച ആ ദിവസം തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് രക്ഷ പ്രാപിക്കുവാനായി ദൈവം കൊടുത്ത മാർഗമാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുക എന്നുള്ളത്. കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം അവരുടെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുവാൻ ദൈവം കൽപ്പിച്ചു. ദൈവം പറഞ്ഞു, ഈ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. വീടുകളുടെ കട്ടിളപ്പടിമേൽ രക്തമില്ലാത്ത എല്ലാ വീടുകളിലെയും മൂത്ത പുത്രൻ മരിച്ചു വീഴും. മൃഗങ്ങളിലും മനുഷ്യരിലുമുള്ള എല്ലാ കടിഞ്ഞൂലിനെയും സംഹരിക്കുന്ന ആ ദിവസം ഈ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ രക്ഷയ്ക്ക് ഹേതുവായിരിക്കും. അങ്ങനെ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച ഇസ്രായേൽ ആ രാത്രിയെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അന്ന് പെസഹ ഭക്ഷിച്ച് വീടിൻ്റെ കതകുകളടച്ച് സംഹാരദൂതൻ കടന്നു പോകുവാനായി ഭയത്തോടെ കാത്തിരുന്ന ഇസ്രായേൽ ജനം. എന്നാൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ച് ആ രാത്രിയിൽ ഉത്സവം ആഘോഷിച്ച ഈജിപ്തിലെ ജനത. അന്ന് രാത്രി ഒരു ഭവനത്തിൽ നടന്ന സംഭവം ഇങ്ങനെ യഹൂദൻ്റെ മധ്യത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അന്ന് രാത്രി ആ വീട്ടിലെ കടിഞ്ഞൂൽ പുത്രൻ അപ്പനോട് ചോദിച്ചു, അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ വരും, അതിൻ്റെ സമയമെടുത്തിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ കട്ടിളപ്പടിമേൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിട്ടുണ്ടോ അപ്പ എന്ന്. ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ടും മകന് വിശ്വാസമായില്ല. അതുകൊണ്ട് അപ്പൻ കതക് തുറന്ന് പുറത്തു വന്ന് കട്ടിളപ്പടിമേൽ നോക്കി. എന്നാൽ അവിടെ രക്തം പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേൽപ്പിച്ച ആ വീട്ടിലെ വ്യക്തി പുരട്ടുവാൻ മറന്നുപോയതാണ്. ആ ദാസൻ അത് വിസ്മരിച്ചു. അങ്ങനെ ആ വീട് സംഹാരദൂതനാൽ കടിഞ്ഞൂൽ സംഹരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുമായിരുന്നു. പെട്ടെന്ന് ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്ന പെസഹ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് തങ്ങളുടെ കട്ടിളപ്പടിമേൽ പുരട്ടി വാതിലടച്ച് അകത്തിരുന്ന ആ കുടുംബം രക്ഷ പ്രാപിച്ചതിനെക്കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ട്. ഇത് എത്ര ഭയാനകമായിട്ടുള്ള ഒരു സംഭവമായി പരിണമിക്കാമായിരുന്നു. എന്നാൽ ആ കുടുംബം രക്ഷ പ്രാപിച്ചു. എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചത് എന്ന് തുടർന്ന് നാം വായിക്കുന്നു. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദിജാതൻ മുതൽ ജയിലറയിൽ കിടന്ന തടവുകാരൻ്റെ ആദിജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും സകല മിസ്രയീമിലും രാത്രിയിൽ എഴുന്നേറ്റ് മിസ്രയീമിൽ വലിയൊരു നിലവിളിയുണ്ടായി. ഒന്നും മരിക്കാത്ത ഒരു വീടുമുണ്ടായിരുന്നില്ല. ഇതാണ് നാം കാണുന്നത്. ദൈവം കൊടുത്ത മുന്നറിയിപ്പുകളെ അവഗണിച്ച് ദൈവത്തെ ധിക്കരിച്ച് ജീവിച്ച ഈജിപ്തുകാർ കരയുമ്പോൾ ഇസ്രായേൽ ജനത
ദൈവത്തിൻ്റെ സംഹാരദൂതൻ്റെ സംഹാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക മാത്രമല്ല, തുടർന്ന് നാം കാണുന്നത് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഈജിപ്തിൽ സംഭവിച്ചത് അടിമത്തത്തിൽ കിടന്ന ഒരു ജനതയുടെ വിമോചനത്തിൻ്റെ സംഭവമാണ്. ആദ്യമായി ലോകചരിത്രത്തിൽ ഒരു ജനത സമ്പൂർണമായും തങ്ങളുടെ അടിമത്തത്തിൽ വെച്ച ജനതയിൽ നിന്ന് മോചിതരായി സ്വാതന്ത്ര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിലേക്ക് നടക്കുന്ന ആദ്യ ചരിത്രരേഖ അതാണ് പെസഹ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ നാം മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള അടിമത്വം സാമൂഹികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ അല്ല. അവൻ്റെ യഥാർത്ഥ അടിമത്തം എന്നുള്ളത് പാപത്തിൻ്റെ അടിമത്തമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അടിമത്വം എന്താണ്? അതിനെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് നമ്മോട് ഇങ്ങനെ പറയുന്നു: മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മനുഷ്യൻ്റെ യഥാർത്ഥ അടിമത്തം എന്നുള്ളത് അവൻ പിശാചിൻ്റെയും മരണത്തിൻ്റെയും അടിമകളാണ്. മരണഭയത്തിൻ്റെ അടിമയായി ജീവിക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൻ്റെ ശത്രുവായി തീർന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിൻ്റെ അടിമത്വത്തിലാണ് ജീവിക്കുന്നത്. പാപം ചെയ്ത് പാപത്തിൻ്റെ ദാസനായി പാപത്തിൻ്റെ ഫലമായ മരണം തന്നെ ഗ്രസിക്കുമെന്നുള്ള ഭീതിയിൽ ജീവിതകാലം മുഴുവനും നിത്യമായ മരണഭയത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, അവനെയാണ് നാം കാണുന്നത്. എന്നാൽ മനുഷ്യൻ്റെ യഥാർത്ഥ അടിമത്വത്തിൻ്റെ ഹേതുവായ പിശാചിനെ തൻ്റെ രക്തത്താൽ തോൽപ്പിച്ച് കാൽവരിലെ ക്രൂശിൽ അവൻ്റെ മേൽ വിജയം നേടുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വന്നു. ക്രിസ്തുവിനെക്കുറിച്ച് കൊരിന്ത് ലേഖനം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. യഥാർത്ഥ പെസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. 3500 വർഷം മുമ്പ് ഓരോ ഇസ്രായേൽ ഭവനത്തിലും ഈജിപ്തിൽ വെച്ച് കൊല്ലപ്പെട്ട കുഞ്ഞാട് സംഹാരദൂതനിൽ നിന്ന് അവർക്ക് രക്ഷയും അടിമത്തത്തിൽ നിന്നുള്ള മോചനവും നൽകിയെങ്കിൽ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നമായ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ ആ കുഞ്ഞാടിന് സാധിക്കുകയില്ല. അത് സാധ്യമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തു നമ്മളുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മളെ രക്ഷിക്കുവാനായി ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. കർത്താവ് പെസഹയുടെ ദിവസം ശിഷ്യന്മാരോട് പറഞ്ഞത്, അനേകരുടെ പാപത്തിൻ്റെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു എന്നാണ് കർത്താവ് പാനപാത്രമെടുത്ത് ശിഷ്യന്മാരോട് കൽപ്പിച്ചത്. ക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കുവാനായിട്ട് അവൻ്റെ പകരക്കാരനായി മിസ്രയീമിലെ കുഞ്ഞാട് അവരുടെ കടിഞ്ഞൂൽ ജാതൻ്റെ മരണത്തിന് പകരക്കാരനായി തീർന്ന് മരിച്ചതുപോലെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ അവരുടെ പകരക്കാരനായി കർത്താവ് കാൽവരിലെ ക്രൂശിൽ മരിക്കുന്ന സംഭവമാണ് കാൽവരി ക്രൂശ്. യഥാർത്ഥത്തിലുള്ള പെസഹ നടന്നത്, യഥാർത്ഥത്തിലുള്ള കുഞ്ഞാടിൻ്റെ മരണം നടന്നത് കാൽവരിയിലെ ക്രൂശിലാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ സ്നാപക യോഹന്നാൻ കർത്താവിനെ പരിചയപ്പെടുത്തിയത്, കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ഇസ്രായേൽ ജനത പെസഹയുടെ ദിവസം കൊന്നത് അവരുടെ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുഞ്ഞാടിനെ ആയിരുന്നുവെങ്കിൽ, തുടർന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവരുടെ ദേവാലയത്തിൽ അവരുടെ ഓരോരുത്തരുടെയും പാപത്തിനായി അവരുടെ എണ്ണം പറഞ്ഞ് കുഞ്ഞാടുകൾ കൊല്ലപ്പെട്ടുവെങ്കിൽ, ഇതാ മനുഷ്യരുടെ പാപത്തിൻ്റെ മോചനത്തിനായി ദൈവത്തിൻ്റെ കുഞ്ഞാടായി ക്രിസ്തു ചരിത്രത്തിലേക്ക് കടന്നു വരുന്നു. അവനാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട്. അവൻ്റെ രക്തമാണ് യഥാർത്ഥത്തിൽ പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ യാഗരക്തം എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായി ഈ ലോകത്തിൽ ജീവിച്ചു. താൻ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായിരുന്നു. മനുഷ്യരുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാനായിട്ട് കർത്താവ് പ്രാപ്തനായി തീർന്നത് അങ്ങനെയാണ്. ഈജിപ്തിലെ സംഹാരദൂതനിൽ നിന്ന്
ഇസ്രായേൽ ജനത രക്ഷപ്പെട്ടുവെങ്കിലും അവരെ യഥാർത്ഥത്തിലുള്ള സംഹാരദൂതനെ അഭിമുഖീകരിക്കുന്നത് അവരുടെ മരണത്തോടു കൂടിയാണ്. മരണത്തിൻ്റെ ശിക്ഷ തങ്ങളുടെ മേൽ തന്നെ അനുഭവിച്ച് നിത്യ നരകത്തിലാണ് ഓരോ വ്യക്തിയും അവൻ്റെ നിത്യത അവസാനിപ്പിക്കേണ്ടത്. അവൻ്റെ യഥാർത്ഥത്തിലുള്ള മോചനം അങ്ങനെ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അസാധ്യമാണ്. ദൈവം അവരോട് കൽപ്പിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ആത്യന്തിക യാഗമായ ദൈവത്തിൻ്റെ പാപപരിഹാര യാഗമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. മൃഗങ്ങളുടെ രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തെ എല്ലാ കാലത്തേക്കും മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് തിരുവെഴുത്തുകളിൽ നമ്മൾ വായിക്കുന്നു. അതിനെ മൂടിവെക്കുവാനല്ലാതെ അതിന് പരിഹാരം വരുത്തുവാനായിട്ട് മൃഗങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമായി തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ നിത്യ നരകത്തിൻ്റെ ശിക്ഷ അവന് പകരക്കാരനായി അനുഭവിക്കുവാനായിട്ട് ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. കർത്താവ് നമ്മളുടെ പകരക്കാരനായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് നമ്മളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നിത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാൾ നമ്മളുടെ മേൽ പതിക്കേണ്ടതിന് പകരം കർത്താവ് അത് നമ്മളുടെ പകരക്കാരനായി ഏറ്റെടുത്തു. ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നാണ്. ക്രിസ്തുവിൻ്റെ യാഗം യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ ആത്യന്തികമായ പാപപരിഹാരത്തിനുള്ള മാർഗം അതുമാത്രമാണ്. ചരിത്രത്തിൽ കൊല്ലപ്പെട്ട യാഗമൃഗങ്ങളെല്ലാം ദൈവം അരുളി ചെയ്തിട്ട് മനുഷ്യനർപ്പിച്ച എല്ലാ ബലികളും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ബലിയായ കാൽവരി യാഗത്തിലേക്കുള്ള ചൂണ്ടുപലകകളായിരുന്നു. യാഥാർത്ഥത്തിലുള്ള യാഗം ദൈവം മനുഷ്യനു വേണ്ടി അർപ്പിച്ച യാഗം മഹാപുരോഹിതനായ ക്രിസ്തു ദൈവത്തിൻ്റെ യാഗശാലയിൽ നമ്മൾക്ക് വേണ്ടി അർപ്പിച്ച യാഗമാണ്. കർത്താവിൻ്റെ യാഗം ദൈവം സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവായി കർത്താവ് മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഒരു യാഗമൃഗവും ഒരിക്കലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഒരു മനുഷ്യനും ചരിത്രത്തിൽ മരണത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ടില്ല. മരണത്തെ ജയിച്ച് ജീവനിലേക്ക് പ്രവേശിച്ച ആദ്യ വ്യക്തി ക്രിസ്തുവാണ്. ആദ്യ ഫലമായി അവൻ നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ജീവൻ്റെ നായകനായി ക്രിസ്തു ചരിത്രത്തിൽ നിസ്തുല്യനായി നിൽക്കുന്നു. ചരിത്രത്തിൻ്റെ മധ്യഭാഗത്ത് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി ചരിത്രത്തിൻ്റെ മധ്യത്തിൽ മരണത്തെയും ജയിച്ചു നിൽക്കുന്നു. ഈ ക്രിസ്തുവാണ് മനുഷ്യൻ്റെ പാപങ്ങളുടെ യഥാർത്ഥ പരിഹാരം. ക്രിസ്തു അന്ന് 3500 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ അറുക്കപ്പെട്ടു. എന്നാൽ ക്രിസ്തു മരിച്ചതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ കട്ടിളപ്പടിമേൽ ആ രക്തം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ രക്തം നമ്മളുടെ ഹൃദയത്തിൻ്റെ കട്ടിളപ്പടിമേൽ ഇല്ല എങ്കിൽ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ കണ്ട ആ കഥയിലെ മിസ്രൈമിലുണ്ടായിരുന്ന ഈജിപ്ത് ഗൃഹത്തിലെ ആദ്യജാതൻ പിതാവിനോട് ചോദിച്ചതുപോലെ, അപ്പാ, നമ്മളുടെ കട്ടിളപ്പടിമേൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചിട്ടുണ്ടോ? അത് നോക്കിയ ഗൃഹനാഥനൊരു കാര്യം മനസ്സിലായി. അവര് ആ രക്തം അവരുടെ കട്ടിളപ്പടിമേൽ പുരട്ടിയിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്തം കാണാത്ത എല്ലാ ഭവനത്തിലെയും കടിഞ്ഞൂലുകളെ സംഹാരദൂതൻ സംഹരിച്ചു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗരക്തം നമ്മളുടെ ഹൃദയത്തിൻ്റെ കട്ടിളപ്പടിമേൽ നാം പൂശണം. രക്തം കട്ടിളപ്പടിമേൽ പുരട്ടുവാൻ നാം പരാജയപ്പെട്ടാൽ ആ യാഗത്തിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ യാഗരക്തവുമായി നമുക്ക് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമനിമിത്തം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്തിൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ യാഗവുമായി ബന്ധപ്പെടുവാനുള്ള ഏക മാർഗം. വിശ്വാസത്തിൽ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കർത്താവിൻ്റെ യാഗം എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം അർപ്പിച്ചതാണ് എന്ന് വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നാം പറയണം, കർത്താവേ, ഞാനൊരു പാപിയാണ്,
യഥാർത്ഥത്തിലുള്ള നിത്യ നാശത്തിൻ്റെ സംഹാരദൂതനാൽ സംഹരിക്കപ്പെടുവാൻ മാത്രം യോഗ്യനായ ഒരു വ്യക്തിയാണ്. എന്നാൽ എന്നോട് കനിവുണ്ടാകണമേ, കാൽവരിലെ ക്രൂശിൽ എൻ്റെ പെസഹ കുഞ്ഞാടായി കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പകരക്കാരനായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുന്ന് മരണത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നാം കർത്താവിനോട് അപേക്ഷിച്ചാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. കർത്താവിൻ്റെ യാഗത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടോ കർത്താവിൻ്റെ യാഗത്തെക്കുറിച്ച് നാം പഠിച്ചതുകൊണ്ടോ നമുക്കതിൻ്റെ ഗുണം ലഭിക്കുകയില്ല. നാം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നമ്മളുടെ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ കാൽവരിയിൽ ദൈവം അർപ്പിച്ച പെസഹയുടെ ഗുണം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കും. നിത്യ മരണം നമ്മളിൽ നിന്ന് മാറും. നാം നിത്യജീവൻ്റെ അവകാശിയായി തീരും. ഒരിക്കലും നമുക്ക് കരയേണ്ടതായിട്ട് വരില്ല. ഇസ്രായേൽ ജനത നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വാഗ്ദത്ത നാട്ടിലേക്ക്, കാനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചതുപോലെ സ്വർഗീയ കാനാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ദൈവം നിത്യതയിലെ ഒരുക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കർത്താവിനോടുകൂടെ നിത്യ സന്തോഷത്തിൽ സമാധാനത്തിൽ വസിക്കുവാനായിട്ടുള്ള മാർഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗമാണ്. നമുക്കത് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തിരഞ്ഞെടുപ്പാണ്. അന്ന് മിസ്രയീം ദേശത്ത് വെച്ച് ഏതെങ്കിലും ഇസ്രായേൽ ഗൃഹം അത് വേണ്ട എന്ന് വെച്ചാൽ അവർക്കൊരിക്കലും അവിടെ നിന്ന് മോചിതരാകുവാനായിട്ട് സാധ്യമാകുകയില്ലായിരുന്നു. അവർ സംഹാരദൂതനാൽ സംഹരിക്കപ്പെടുമായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ദിവസമാണ്. നാം ഈജിപ്തുകാരെ പോലെ ഭോഷന്മാരായി തീരരുത്. കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള രക്ഷയുടെ മാർഗം സ്വീകരിച്ച് കർത്താവിൻ്റെ മക്കളായി തീരുവാനായിട്ട്, നിത്യ സൗഭാഗ്യത്തിൻ്റെ അവകാശികളായി തീരുവാനായിട്ട് ദൈവം നമ്മെ വിളിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ക്രിസ്തു തന്നെ നമുക്ക് ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ നിത്യ രാജ്യത്തിൻ്റെ അവകാശികളായി തീരാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി, എന്നെ തന്നെ യാഗമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ചരിത്രം പഠിച്ചാൽ മനുഷ്യൻ്റെ അടിമത്തത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യൻ ഇന്നും അടിമയാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ അടിമത്വം എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിന് മനുഷ്യൻ ഇന്നും അടിമയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. മനുഷ്യനെ വീഴ്ച കളയുന്ന പാപപ്രകൃതിയിൽ നിന്ന് മനുഷ്യന് ഇന്നും രക്ഷ നേടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ ഇന്നും പാപത്തിന്റെ അടിമയാണ് എന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മനുഷ്യന് സമ്പൂർണമായിരിക്കുന്ന ഒരു വിടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ വീണ്ടെടുപ്പുണ്ട്, ഒരു മോചനമുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. കാരണം മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അപ്പോൾ വിടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ഒരു മനുഷ്യന് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് കഴിയും. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. പാപിയായിരിക്കുന്ന മനുഷ്യരുടെ രക്ഷകനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. പാപിയായിരിക്കുന്ന മനുഷ്യന് കാത്തിരിക്കുന്നത് നരകമെന്ന ശിക്ഷയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമാണ് മനുഷ്യനെ ദൈവം നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നിത്യ നരകത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യന് രക്ഷ നേടുവാനായിട്ട് കഴിയും. അതാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവോടുള്ളതായിരിക്കുന്ന സുവിശേഷം. കർത്താവ് മരിച്ചത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷകളെയാണ് കർത്താവ് അനുഭവിച്ചത്.
നമ്മളേൽക്കേണ്ട അടികളാണ്, നിന്ദകളാണ്, പരിഹാസങ്ങളാണ് അതെ നമുക്ക് പകരക്കാരനായി കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അനുഭവിച്ചു തീർത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന മനുഷ്യർക്ക് പിന്നീട് ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മനുഷ്യന് നിത്യജീവൻ ഉറപ്പാക്കുവാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുത്തുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അവൻ ചെയ്ത പാപത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അവൻ ഇനി ചെയ്യുവാനായിട്ട് പോകുന്ന പാപങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു മനുഷ്യന് വരുന്നത്. കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നമുക്കത് രക്ഷയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യന് ആത്മരക്ഷ സാധ്യമാണ് എന്നുള്ള വചനങ്ങളാണ് ഞങ്ങൾ കേട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സമ്പൂർണ്ണമായിരിക്കുന്ന പാപപരിഹാരവും അതുപോലെ നിത്യജീവനും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതെ, അത് കൃപയാൽ സൗജന്യമായി ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്ന് വചനം കേട്ട പ്രിയ സ്നേഹിതരെ കർത്താവ് സഹായിക്കണമേ. ഈ സൗജന്യമായിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാൻ, കൃപയാൽ അത് നേടിയെടുക്കുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ കർത്താവ് സ്പർശിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ലോകത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് വരുവാൻ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.